അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഫാ ദിവസം എന്ന് പറയുമ്പോൾ വളരെയേറെ പുണ്യമേറിയ ഒരു ദിവസമാണ്. ആ അറഫാ ദിവസത്തിൽ നമുക്ക് ഒരു 4-5 വർഷത്തിന് ഇപ്പുറം നമുക്ക് അറഫാ ദിവസം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ വന്യരായിരിക്കുന്ന ഗുരു, മാത്രമല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറാംഗവുമായ മഹാനായിരിക്കുന്ന ഷെയ്ഖുന കാസിം ഉസ്താദിനെയാണ്. കാരണം കാസിം ഉസ്താദ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തിലൊരിക്കൽ സാധാരണ പുത്തൂരിലൊക്കെ ഹജ്ജിൻ്റെ ക്ലാസ് നടക്കാറുണ്ട്. അപ്പോൾ ഹജ്ജിൻ്റെ ക്ലാസ്സിൽ അധികവും ക്ഷണിക്കാർ കാസിം ഉസ്താദിനെയാണ് ആ ക്ലാസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഉസ്താദ് കൂടുതലായിട്ടും കാസിം ഉസ്താദ് അവർകൾ ആ ക്ലാസ്സിൽ വെച്ച് കൊണ്ടിട്ട് വിവരിക്കുന്നത്, അതേപോലെ തന്നെ ഈ ഹജ്ജ് പെരുന്നാളാവുമ്പോൾ തൊട്ടടുത്ത വെള്ളിയാഴ്ച ഒക്കെ കൂടുതലായിട്ടും ഉസ്താദ് വിശദീകരിക്കുന്നത് അറഫാ ദിവസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്, അറഫാ ദിവസത്തിനെ കുറിച്ചാണ്. അങ്ങനത്തെ ആ ഉസ്താദ് അതേപോലെ തന്നെ അറഫാ ദിവസത്തിൽ വ്യാഴാഴ്ച ദിവസവും അതേപോലെ തന്നെ ളുഹ ഒക്കെ നിസ്കരിച്ച് പുതിയ വസ്ത്രങ്ങൾ, പെരുന്നാളിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ച പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തലപ്പാവണിഞ്ഞുകൊണ്ട് ഉപ്പള മൂസോടി എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്ക കാരണമായിട്ട് വീടുകൾ ഒക്കെ തകർന്നു പോയവർക്ക് ആശ്വാസമേകാൻ പോയി അവർക്കൊക്കെ സമാധാനം പറഞ്ഞു. അതേപോലെ തന്നെ അവിടെ തൊട്ടടുത്തുള്ള ഒരു മക്ബറയിൽ ഒരു വലിയ അള്ളാഹുവിൻ്റെ ഒരു വലിയൻ്റെതായിരിക്കുന്ന മക്ബറ സിയാറത്ത് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നെഞ്ഞുവേദന എടുത്തു തൻ്റെ ഉസ്താദായിരിക്കുന്ന ഉസ്താദിനോട് കാസിം ഉസ്താദ് അവർകൾ പറഞ്ഞു, നെഞ്ഞുവേദന എടുക്കുന്നു എന്ന്. അങ്ങനെ ഉടനെ ആംബുലൻസ് വിളിച്ചു ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പായി തന്നെ മഹാനായിരിക്കുന്ന ഷെയ്ഖുന കാസിം ഉസ്താദ് അവർകൾ അറഫാ ദിവസത്തിൻ്റെ നോമ്പ് പിടിച്ചുകൊണ്ട് നമ്മളോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. ആ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഓർമ്മകളിൽ വരുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ജീവിതവും അതേപോലെ തന്നെ മരണവും നമുക്ക് ഒരുപാട് പാഠങ്ങളാണ് നൽകുന്നത്. ശത്രുക്കളുടെ മുന്നിൽ എങ്ങനെ ജീവിക്കണം, ആക്ഷേപകന്മാർ ആക്ഷേപിക്കുമ്പോൾ അവരുടെ മുന്നിൽ എങ്ങനെ ജീവിക്കണമെന്ന് വരച്ച് കാണിച്ചു തന്ന ഒരു മഹാനായിരിക്കുന്ന കാസിം ഉസ്താദ് അവർകൾ. മാത്രമല്ല എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ഒരു മരണവും കൂടിയാണ്. ഉസ്താദ് അവർകളുടെ മരണം കണ്ട് തന്നെ പലരും ഉസ്താദ് അവർകളെ ആക്ഷേപിച്ചിരുന്നവർ പോലും, അതേപോലെ തന്നെ ഉസ്താദ് അവർകളെ എതിർത്തവർ പോലും ഉസ്താദിൻ്റെതായിരിക്കുന്ന മഹത്വം മനസ്സിലാകുന്നത് ഉസ്താദിൻ്റെ മരണത്തോടു കൂടെയാണ്. അങ്ങനെയാണ് പല ആൾക്കാരും മഹാനായിരിക്കുന്ന ഷെയ്ഖുന ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശംസുൽ ഉലമയെ കുറിച്ചിട്ട് ആർക്കും എല്ലാവരും സാധാരണ ആൾക്കാർ കരുതിയത് ഇതൊരു സാധാരണ ഒരു പണ്ഡിതൻ എന്ന്. പക്ഷേ ശംസുൽ ഉലമ വഫാത്താവലോടു കൂടെയാണ് പല ആൾക്കാർക്കും ഇതൊരു സാധാരണ പണ്ഡിതനല്ല, ഇത് അള്ളാഹുവിൻ്റെ ഒരു വലിയാണ് എന്ന് മനസ്സിലായത്. അതേപോലെ തന്നെ മഹാനായിരിക്കുന്ന ഷെയ്ഖുന കാസിം ഉസ്താദ് അവർകളും ജീവിച്ചിരിക്കുമ്പോൾ പല ആൾക്കാർക്കും അദ്ദേഹത്തിനെ കുറിച്ചിട്ട് മനസ്സിലായില്ല. അദ്ദേഹം ഒരു സാധാരണ ഒരു പണ്ഡിതൻ എന്ന് മാത്രമാണ് പല ആൾക്കാരും കരുതിയത്. പക്ഷേ വഫാത്തോടു കൂടെയാണ് മഹാനായിരിക്കുന്ന ഷെയ്ഖുന കാസിം ഉസ്താദ് അവർകളുടേതായിരിക്കുന്ന ആ മഹത്വം പല ആൾക്കാർക്കും മനസ്സിലായത്. അപ്പോൾ അതിലും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആര് എന്ത് ആക്ഷേപങ്ങൾ പറഞ്ഞാലും, ആര് എന്ത് എതിർത്താലും നാം നമ്മുടേതായിരിക്കുന്ന ഒരു വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചു പോയാൽ അതൊന്നും കണക്കിലെടുക്കാതെ നാം ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്ത് ആക്ഷേപങ്ങൾ വന്നാലും എന്ത് എതിർപ്പുകൾ വന്നാലും അതിനൊന്നും കണക്കിലെടുക്കാതെ നാം നമ്മുടെ പാതയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പാഠം ഉസ്താദ് അവർകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഉസ്താദ് അവർകൾ വഫാത്തായ ദിവസമാണ് അറഫാ ദിവസം എന്ന് പറയുന്നത്. ആ അറഫാ ഉസ്താദിനിക്ക് അത്ര വലിയ ഒരു ഭാഗ്യം കിട്ടാനുള്ള കാരണം ഉസ്താദിൻ്റെതായിരിക്കുന്ന ആ പ്രവർത്തന
ശൈലിയും അതേപോലെ തന്നെ സ്വഭാവവും അതേപോലെ തന്നെ ഉസ്താദ് അവറുകളുടെ ദർസ് ജീവിതത്തിൻ്റെ ഒരു കാരണവും കൂടിയാണ്. മഹാനായിരിക്കുന്ന ഉസ്താദ് അവറുകൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, എനിക്കൊരു സ്ഥാപനം ഉണ്ടാക്കണം, ആ സ്ഥാപനം എന്നിട്ട് ആ സ്ഥാപനത്തിൽ മുറ്റത്ത് വെച്ചുകൊണ്ട് എനിക്ക് കിടക്കണം, മരിക്കണം, അവിടെ എൻ്റെ മക്കൾ ഓതുന്നത് എല്ലാം എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കണമെന്ന് പലപ്പോഴും ദർസിൻ്റെ ഇടയിലൊക്കെ വെച്ചുകൊണ്ട് പറയാറുണ്ട്. ആ ഉസ്താദ് ഉദ്ദേശിച്ചതുപോലെ ഉസ്താദിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാവാൻ സാധിച്ചു. അത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. അതിനൊക്കെ ഒന്നാമതായി കാരണം ഞാൻ മനസ്സിലാക്കിയതുപോലെ ഏറ്റവും വലിയ ഒരു കാരണം ഒന്നാമതായിട്ട് മഹാനായിരിക്കുന്ന ഷെയ്ഖുന കാസിം ഉസ്താദ് അവറുകൾ ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശംസുൽ ഉലമയുടെ കൂടെ നടന്ന ഒരു നിഴൽ പോലെ കൂടെ നടന്ന ഒരു വ്യക്തിയാണ്. ശംസുൽ ഉലമയുടെ തർബിയത്തിലായി കഴിഞ്ഞ ഒരു മഹാനാണ്. ശംസുൽ ഉലമ വഫാത്തായതിന് ശേഷം അവസാനം മരിക്കുന്ന ആ സമയത്ത് മഹാനായിരിക്കുന്ന ഷെയ്ഖുന ചപ്പാരപ്പടവ് ഉസ്താദിൻ്റെ തർബിയത്തിലായി കഴിഞ്ഞ ഒരു മഹാനാണ്. ഈ മഹാന്മാരോടുള്ളതായിരിക്കുന്ന ഈ ബന്ധം കൊണ്ടാണ് ഇത്തരം ഒരു മരണം ഉസ്താദ് അവർക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. അപ്പോൾ ആ ഉസ്താദ് അവർകളെ സ്മരിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. കഴിയുന്നവർ ഉസ്താദിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ, ഒരു യാസീനൊക്കെ ഓതി ദുആ ചെയ്തുകൊണ്ടിട്ട് എല്ലാവരും ദുആ ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ കുടുംബാദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.